54 വർഷങ്ങൾക്ക് ശേഷം ചന്ദ്രനെ ചുറ്റിയ ദൗത്യം എന്ന പെരുമ നേടി ഏറ്റവും കൂടുതൽ ദൂരം ഭൂമിയിൽ നിന്ന് സഞ്ചരിച്ചുവെന്ന റെക്കോർഡുമായി 4 യാത്രികർ അടങ്ങുന്ന ഓറിയന്റ് പേടകം ഇന്ത്യൻ സമയം പുലർച്ചെ 5:37 യുഎസിലെ കാലിഫോർണിയയ്ക്ക് സമീപം പസഫിക് സമുദ്രത്തിലിറങ്ങി. അപ്പോളോ ദൗത്യങ്ങൾക്ക് ശേഷം മനുഷ്യൻ ചന്ദ്രനിലേക്ക് നടത്തിയ ഏറ്റവും വലിയ കുതിപ്പിന്റെ ശുഭസമാപ്തിയാണിത്. യുഎസ് നാവികസേനയും റെസ്ക്യൂ ടീമും പേടകത്തിനടുത്തെത്തി USS ജോൺ പി മർത്ത എന്ന റെസ്ക്യൂ കപ്പലാണ് യാത്രികരെ കരയിലെത്തിക്കാൻ എത്തിയത്. ആർടെമിസ് യാത്രാ സംഘത്തിന്റെ വൈദ്യപരിശോധന പൂർത്തിയായി സംഘം ഇന്ന് തന്നെ ഹ്യൂസ്റ്റണിലേക്ക് മടങ്ങും. USൽ നിന്നുള്ള റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റിന കുക്ക്, കാനഡക്കാരൻ ജെറമി ഹാൻസൺ എന്നിവരാണ് തിരികെ എത്തിയത്. ദൗത്യം വിജയകരമായി പര്യവസാനിച്ചതിൽ ആർടെമിസ് യാത്രാ സംഘത്തെ അഭിനന്ദിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. മണിക്കൂറിൽ ഏകദേശം 40,000 കിലോമീറ്റർ വേഗത്തിലാണ് ഓറിയോൺ പേടകം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചത്. ഈ സമയത്ത് പേടകത്തിന് ചുറ്റും 2800 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് അനുഭവപ്പെട്ടു. ദൗത്യത്തിന്റെ അവസാന ഘട്ടത്തിൽ പേടകത്തിന്റെ ക്രൂ ക്യാപ്സ്യൂൾ വേർപെട്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തീഗോളമായി പ്രവേശിച്ചു. പേടകത്തിലെ താപകവചം ഈ സമയം സംരക്ഷണമേകി. പിന്നാലെ ഘർഷണം കുറയ്ക്കാനും വേഗത നിയന്ത്രിക്കാനുമായി വിടർത്തുന്ന പാരച്യൂട്ടുകളുടെ സഹായത്തോടെ പേടകം കടലിലേക്ക് പതിച്ചു. സ്പ്ലാഷ് ഡൗണിന് 15 മിനിറ്റ് സമയമാണ് വേണ്ടിവന്നത്. അന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്നത് തൊട്ട് സമുദ്രപതനം വരെ നീളുന്ന സമയമാണ് സ്പ്ലാഷ് ഡൗൺ. ആകെ 11 ലക്ഷം കിലോമീറ്ററാണ് പേടകം സഞ്ചരിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.